ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ച രാത്രിത്തെ വീഡിയോ. ഞായറാഴ്ച ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കെല്ലാവരും കൂടി പുറത്ത് പോയി ചായ കുടിക്കാൻ പോകാമെന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ കുഞ്ഞുണ്ട്, അച്ചുണ്ട്, പൊന്നുണ്ട്, ഷെബിയുണ്ട്, അനിയനും ഭാര്യയും മോനും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ പോയി. അടുത്ത് ഗ്യാസ് കിട്ടാനായിട്ട് ചായക്കടയൊക്കെ അടച്ചു പോയിക്കണം. അങ്ങനെ നേരെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടിയാണ് ദൂരം പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ മേടിച്ചു. ഇഷ്ടമുള്ളത് മേടിക്കട്ടെ. അപ്പോൾ നമ്മുടെ അച്ചുണ്ട്, കുഞ്ഞുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന ചില നിമിഷങ്ങളുണ്ട് നമ്മൾ ഭയങ്കര സന്തോഷമായിക്കോട്ടെ. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഒത്തുചേരലും അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് എല്ലാവരും കൂടി ആകുമ്പോൾ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടുള്ള ചായക്കുടിയും കാര്യങ്ങളും സംസാരവും ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുണുക്കൻ ആവശ്യമുള്ളത് കുണുക്കൻ, കുണിക്കുക ആവശ്യമുള്ളത് കുണിക്കാൻ, ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊണ്ടിട്ട്. അപ്പോൾ അതാണ് അനിയൻ്റെ ഭാര്യനായിട്ട് അടുത്തുള്ളത്. അപ്പോഴേക്കും നമ്മുടെ കാർത്തും വന്നിട്ട് ഒക്കത്ത് കയറി. അപ്പോഴേക്കും അച്ചോട്ട വന്നിട്ട് കാർത്തൂനൊരു ഉമ്മയും വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാർത്തൂന് ആരാണ് നിൽക്കണത് കണ്ടോളൂ, ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം കയറണം കേട്ടോ ഒക്കത്ത് പഞ്ഞ. അപ്പോൾ ഇന്നത്തെ രാവിലെ 2 ദിവസമായിട്ട് ഇവിടെ കുഞ്ഞിനും അച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഒരാൾക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാനൊക്കെ ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഒന്നും ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഇന്ന് കുഞ്ഞിന് കുറേ ദിവസമല്ലേ വീട്ടിലെ ഫുഡ്. അവൾക്ക് അവിടെ പോയാലും അവൾക്ക് ജോലിയും വർക്കുകൾക്ക് തന്നെ പോകുമ്പോഴൊക്കെ ഹോട്ടൽ ഫുഡ് തന്നെയാണ് കൂടുതലും. അപ്പോൾ അവൾക്കല്ല വീട്ടിലെ ഫുഡാണ് കുട്ടിക്കാലം തൊട്ട് ഏറ്റവും ഇഷ്ടം വീട്ടിലെ ഫുഡിനോടാണ്. അപ്പോൾ ഞാൻ വെച്ചു പയറും വഴുതനങ്ങയും ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ മുളകിട്ട കറിയും പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലേക്ക്. ഇന്നലെ ഉച്ചയാകുമ്പോൾ ഞാൻ വടുകപ്പുളി അല്ല, ഇത് എന്ത് വടുകപ്പുളി എന്ന് പറഞ്ഞാൽ വടുകപ്പുളി ഇല്ലേ, നാരങ്ങ സദ്യ അതല്ല, പക്ഷെ ഇത് വേറെ ഏതൊരു നാരങ്ങ കണ്ട വടുകപ്പുളിയുടെ എന്ത് തന്നെയാണ്. പക്ഷേ അത് കയ്പ്പുണ്ട്, ഇത് കയ്പ്പില്ല കേട്ടോ. അപ്പം ഇന്നാൾ ഇതുപോലെ തൊട്ടപ്പുറത്ത് വിട്ട ചേട്ടൻ വന്നതാട്ടോ. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചാട്ടോ തലേ ദിവസം. ഇതിലിനി വേറെ ഒന്നും വേണ്ട. നല്ല വെള്ളമുളകല്ലേ, കടലാസ് മുളക്, ചീനമുളക് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഉപ്പും ഈ നാരങ്ങ കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് ചോറാണ്. ഞങ്ങൾ ആശാന ഉണ്ടായിട്ട് കുറച്ച് ദിവസം കഴിച്ചു കേട്ടോ. പിന്നെ ഇതിൽ വെറുതെ ഇനി കായപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ സോർക്കൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എണ്ണ ഒന്നും വേണ്ട. ഇതുണ്ടാക്കി നമുക്ക് അങ്ങനെ നേരെ ഫ്രിഡ്ജിലായിട്ട് ഇപ്പോൾ ഏകദേശം ഇന്നലെ നന്നാക്കി വെച്ചാൽ ഇന്നേക്ക് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെള്ളച്ചാറായിട്ട് ഇരുന്നോട്ടെ. അപ്പോൾ അത് ഈ ജാറിലേക്ക് ഇട്ടേക്ക് കേട്ടോ. വെള്ളം നനവ് വേണ്ട വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് ഇതിലേക്ക് ഇട്ടേക്കാൻ പോകുന്നു. ഇനി കുറച്ച് പച്ചമുളക് മേടിച്ചു കൊടുത്തിട്ട് വേണം. ഈ വെള്ളമുളക് മേടിക്കാൻ കൊണ്ട് കടലാസ് മുളക് അത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന മുളകാണെങ്കിലും നല്ല കേട്ടോ. ഇതിലിങ്ങനെ അരിഞ്ഞിട്ട് നല്ലതാണ്. എൻ്റെ ഇല്ലാത്ത അരിഞ്ഞ് മേടിച്ചു കൊടുത്തിട്ട് വേണം ഇതിലരിഞ്ഞിടാൻ. കുറച്ച് ഇങ്ങനെ മാറ്റി വയ്ക്കാം വെളുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ വയ്ക്കാൻ നല്ല കേട്ടോ. ഇന്നലെ ഉപ്പിട്ട് വെച്ചാൽ ഇന്നേക്ക് അത് കറക്റ്റ് പാകമായി. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയോ സ്വർക്കോ ഒന്നും ഒഴിക്കണില്ലല്ലോ, പെട്ടെന്ന് പൂപ്പിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിൽ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെടുത്തിട്ട് ഫ്രിഡ്ജിലേക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് നാരങ്ങയുള്ളത് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ജാറിൽ ഇട്ട് വെച്ചിട്ട് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഇനി അതിലേക്ക് പച്ചമുളക് മേടിച്ചിട്ട് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ അത് അടിപൊളി വെള്ള കളറിലുള്ള അച്ചാറായിട്ടാണ്. പക്ഷേ ഇതിന് വേറെ ഒന്നും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്ത കാരണം നമ്മൾ ഇതന്നെ സുർക്കോ കാരണം ഒന്നും അതിലേക്ക് ചേർക്കാത്ത കാരണം ഞങ്ങളത് വേഗം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ചൂടത്ത് പുറത്തിരുന്നത് കേടായിപ്പോവും. പിന്നെ ഈ അച്ചാറുകൾ ഇങ്ങനെ അലിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അച്ചാർ എപ്പോഴും നല്ല ഇങ്ങനെ കറുമുറു എന്നുള്ള ആ ഒരു രീതിയിലിരിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള നാരങ്ങയിൽ ഞാൻ കുറച്ച് മുളകും പൊടിയും കുറച്ച് കായും ഉലുവപ്പൊടി ഇട്ടിട്ട് അതും ഇളക്കിയിട്ട് ഒരു ഡപ്പയിലാക്കി മാറ്റി വയ്ക്കാമെന്ന് വെച്ചിട്ടാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇന്ന് ഞാൻ കുറേ ദിവസം ശേഷം കുറച്ച് ഒരു ടീസ്പൂൺ തരി ചൂട് ചോറ്, തരി പയറുപ്പേരി, തരി അച്ചാറ്, കുഞ്ഞിമത്തി വറുത്തത്. അയ്യോ ഇങ്ങനെ കുഴയ്ക്കാം, ഇങ്ങനെ തിന്നണം. നല്ല രസമുള്ള അച്ചാറ്. ഞാൻ കുറേ നമ്മളിങ്ങനെ പോകുമ്പോൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വീണ്ടുള്ള മുറ്റത്ത് ഇങ്ങനെ കാണാം കുറേ ഇത്രേശം വന്ന് നാരങ്ങ കേട്ടോ. അപ്പൊ അതൊക്കെ എൻ്റെ ചെറിയ വടുകപ്പുളി, സത്യം വടുകപ്പുളി അല്ല അത് അല്ലേ? അതിന്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്, പക്ഷെ അതൊരു കയ്പുണ്ട്. അതിന്റെ തൊലിക്ക് ഇത്ര കട്ടിയില്ലേ ചേട്ടാ? ഇതൊരു തൊലി നല്ല കട്ട, പക്ഷെ ആ തൊലി അതിന്റെ ടേസ്റ്റ് അല്ലേ? അതിന്റെ തൊലിക്ക് ഇത്ര കട്ടിയിരിക്കുന്ന അതിന്റെ പുളി വേറെ, ഇതിന്റെ പുളി വേറെ. ഏതിഷ്ടായി? ഇതായി. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാനാണ് അത് കഴിക്കണ ആളല്ല. വടുകപ്പുളിക്ക് ഏറ്റവും ഇഷ്ടം ചെറുനാരങ്ങയുടെ അച്ചാറും മാങ്ങാച്ചാറും ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് മറിഞ്ഞു ഈ അച്ചാറിൻ്റെ ഫാനായി മാറി അല്ലേ? കഴുകി വെച്ചില്ല, ഞാൻ ജസ്റ്റ് തുടക്കി വെച്ചിട്ട് വെള്ളത്തിന് നനവ് വെച്ചിട്ട്. അത് വീണ കേടാവും. നമ്മളിവിടെ ഉണ്ടായില്ലെങ്കിൽ അത് ഉറങ്ങും. കായത്തിൻ്റെ ഒക്കെ മണം ഇതൊക്കെ. ഉപ്പ് പാകാം. ഇതിൽ വെള്ള സൊറുക്കൊന്നും അയച്ചിട്ടില്ല കേട്ടോ. കറക്റ്റ് അത് ഇതിന് അതിനുള്ള പുളിയുള്ളൂ അല്ലേ ചേട്ടാ? ഭയങ്കര ശക്തമായിട്ടുള്ള പുളിയില്ല, നമുക്ക് പറ്റാത്തത്ര പുളിയില്ല. പുളി തീരെ പറ്റാത്തവർക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റും. ഞങ്ങൾ ഓൾറെഡി അച്ചാറിൻ്റെ ആൾക്കാരാണ്. ആ പുട്ടു ഈ അച്ചാറുണ്ടല്ലോ, ഭയങ്കര വല്ലാത്ത. കുറച്ച് ഉപ്പേരി, കുറച്ച് പുട്ട്. ഞാൻ ചപ്പാത്തി കൂട്ടിയിട്ട് കഴിച്ചിരുന്നത്. പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ നമ്മുടെ ഈ അച്ചാറും സെറ്റ്. അച്ചാറിൽ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു കുളിർമയാണ്. ഇനി ഞാൻ മീൻ നന്നാക്കാൻ പോട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ ഉച്ചോണം നോക്കിയാൽ നമുക്ക് എന്താ മീൻ്റെ പേര്? അയല ചമ്പാടല്ലോ. അങ്ങനെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുഞ്ഞിനച്ചക്ക് ഒന്നലയിച്ച പോലെ മീൻ മേടിച്ചു കൊടുന്നു കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ സത്യം 2 മീൻ ഞങ്ങൾക്ക് ധാരാളമായിട്ട് 2 ദിവസം. അപ്പോൾ അവരൊക്കെ ഉള്ളതിന് മേടിച്ചു. പക്ഷേ അച്ഛന് ചെറുവക മീനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ വെട്ടുമീൻ്റെ എന്തെങ്കിലും മീൻ കറിയാണ് ഇഷ്ടം, വറുത്തൊന്നും അത്ര ഇഷ്ടമില്ല. പക്ഷേ ഇന്ന് ഈ മീൻ കിട്ടിയിട്ട് ഇത് അയിലല്ല, വേറെ ഒന്നും അയലപ്പാര അങ്ങനെ എന്തൊരു മീനാണ് കിട്ടിയിട്ടാ. അങ്ങനെ അയലപ്പാര ഞാൻ കുറച്ചെടുത്ത് വറുത്തു. ആ മസാല പരട്ടിയതിലേക്ക് ചട്ടിയിൽ തന്നെയാണ് ഞാൻ മീൻ കറി വയ്ക്കാനുള്ളത് ഇട്ടിട്ടാ. അപ്പോൾ ആ മസാല പരട്ടിയതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാലാണ് അതിലിങ്ങനെ മുളകും പൊടിയുടെ ഒരു നനവ് കാണണം കേട്ടോ, കളറ് കാണുന്നത്. നാളികേരം, ഒരു മുറി നാളികേരം, 2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരുടെ മീൻ കറിയാണ് കേട്ടോ. അത് നന്നായി ചാന്ത് പോലെ അരച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തു. അതിൽ കുറച്ച് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളി ചതച്ചിട്ടു. ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി. സിമ്പിൾ പരിപാടി. നോക്കിക്കേ, മീൻ ചട്ടിയിലിടുക, വേറെ ഒന്നും നോക്കണം കേട്ടോ. അത് ഞാൻ മസാല പറ്റിയ ചട്ടിയിലായതുകൊണ്ടാണ് ആ ഒരു മുളകിൻ്റെ കളറിട്ട്, അല്ലെങ്കിൽ അതൊന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്ത് മീൻ ചട്ടിയിലിടുക, ഒരു മുറി നാളികേരം എടുക്കുക, 2 ടീസ്പൂൺ മുളകും പൊടി, എരിവ് ഓരോരുത്തരനുസരിച്ച്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായി ചാന്ത് പോലെ അരച്ച് അത് ഒഴിച്ചു. അതിലേക്ക് കുടംപുളി ഇട്ടു, ചുവന്നുള്ളിയും ഇഞ്ചി ചതച്ചിട്ടു, കറിവേപ്പിലി, കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വറ്റി വരുന്നതോടുകൂടി നമുക്ക് കാച്ച വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ മീൻകറി, സിമ്പിൾ മീൻകറി റെഡി ആയിട്ടാണ്. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി
എത്ര എളുപ്പത്തിലുണ്ടാക്കാം അത്രയും എളുപ്പത്തിലുണ്ടാക്കാൻ വേണ്ടി മീൻ കറി ഇത് അയിലക്കറി മത്തിയൊക്കെ ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രാവിലെ നേരമാണ് കേട്ടോ. ഞാൻ ഉണ്ണോളേനൊക്കെ സ്കൂളിലുണ്ടാക്കി ഉണ്ണോൾക്ക് ചിക്കനും പുട്ടും കൊടുത്തേച്ചു. രാവിലത്തെ വീഡിയോകളും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുഞ്ഞ് ദേനിച്ച് വന്നു. അപ്പോൾ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു ചായ കുടിച്ച കുഞ്ഞാന്നു. അപ്പോഴേക്കും ഞങ്ങൾ മീൻ കറിയൊക്കെ ആയിട്ടാണ്. അങ്ങനെ മീൻ കറി വെച്ചു. മീൻ മസാലയൊക്കെ പറ്റിയാണ് നീക്കി വെച്ചിട്ടുണ്ട്. അച്ഛനും കുഞ്ഞിനും ചായ കൊടുക്കാൻ വേണ്ടി പോട്ടെ. ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരു കാരിച്ചായ ഒരു പരിപ്പാടിയും കഴിച്ചിട്ടാണ് വന്നിട്ടാ. അങ്ങനെ മീൻകറി എനിക്ക് ഞാൻ പറഞ്ഞ ഒരുപാട് ഗുളികകളും കയറി കഴിക്കണതിനും വായിക്ക് അത്ര രുചിയല്ല. അങ്ങനെ ഗുളികകളും കാരണം കഴിക്കണമെന്ന് എൻ്റെ വായിക്ക് രുചി അറിയത്തില്ല. ഞാൻ എന്ത് കറിയൊക്കെ 2-3 പ്രാവശ്യം ടേസ്റ്റ് നോക്കും. പിന്നെ ഞാൻ ഇടണം ഫേസിൽ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ നോട്ടം നോക്കുക ഒക്കെ റെഡിയല്ലേ. ഞാൻ ഫേസിൽ ഇത് കണ്ടറിയട്ടെ എങ്ങനെയുണ്ട് എന്താണെന്ന്. ഞാൻ എൻ്റെ ഫേസിലേക്കാണ് നോക്കണം. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ എല്ലാതും ഉണ്ട്. ഒരു ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. വേറെ എന്തോ ഒരു മീനായിരുന്നു, അയിലപ്പാര അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ മാറി ടേസ്റ്റ് ചെയ്തു. മീനിൻ്റെ കറിക്ക് തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം കേട്ടോ. ഫ്രഷ് മീനാണെങ്കിൽ ആ ഒരു ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഈ അച്ഛൻ കുഞ്ഞിനും ചായ കുടിക്കാൻ വരാനായിട്ട് അവർ വന്നിട്ട് 2-3 ദിവസമൊക്കെ ആയി. പക്ഷേ അവരുടെ വീഡിയോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. നമ്മളേക്ക് കുറേ വില്ലേജിലേക്ക് ഇങ്ങനെ സൊസൈറ്റിക്കൊക്കെ പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതിനും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനും പിടിക്കണം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. കുഞ്ഞിനെ നേച്ചതിന് ഫുഡും ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചിക്കൻ മുളകിട്ട കറി, പപ്പടം കാച്ചിയതും, പുട്ടും ചായയും. പിന്നെ ഞങ്ങൾ പരിപ്പാട് കഴിക്കുമ്പോൾ അച്ഛനും കുഞ്ഞിനും പരിപ്പാടും പഴംപൊരി മേടിച്ചു കൊടുത്തു. അപ്പോൾ അതിനായിട്ടും പറഞ്ഞിട്ട് ഉണ്ണി കഴിക്കുന്നില്ല. ഞാൻ പപ്പടത്തിൻ്റെ തുണ്ട് ഞാൻ തിന്നിട്ട് എനിക്ക് വേണ്ട അതിനായിട്ടാണ്. പക്ഷേ ആ വേണ്ട എന്ന് പറഞ്ഞത് അന്നത്തെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇന്നലത്തെ ഒരു ദിവസമാണ് ഈ ഒരു വീഡിയോ. ഇന്നലത്തെ ഒരു ദിവസത്തെ പോലെ എൻ്റെ ലൈഫിലുണ്ടായിട്ടില്ല. അതിനായിട്ട് ഒരു വായ പൊട്ട് വെച്ചെന്നു വായിൽ ഞാൻ ഉരുട്ടിയാലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. അപ്പോൾ എന്നിട്ടൊന്ന് കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ നീ കഴിച്ചില്ല കേട്ടോ. എനിക്ക് എന്തോ വേണ്ട എന്നുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ മീൻകറി ഓഫ് ചെയ്തിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഉള്ള ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് മീൻകറി കാച്ചാൻ വേണ്ടി വന്നത്. അപ്പോഴേക്കും നമ്മുടെ കാർത്തൂൻ വന്നിട്ടുണ്ട് കേട്ടോ. പൊന്നിനെന്തോ വീഡിയോ എടുക്കാണ്ട് ഒന്ന് കുട്ടീനെ നോക്കുമെന്നുണ്ട്. അതിനെ കാർത്തൂനും ഉണ്ടാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർത്തു അവിടെ നടന്ന് കളിക്കുന്നുണ്ട്. അവരുടെ അടുത്താകുമ്പോൾ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ നടന്ന് കളിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ കാച്ചി കൂട്ടി പിന്നെ നമ്മൾ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉച്ചത്തേക്കുള്ളത് പയറും വഴുതിനങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറും വഴുതിനങ്ങ ഉപ്പേരി. അപ്പോൾ കുറച്ചും കൂടി വഴുതിനങ്ങ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് ഞാനോ കറി വെച്ചു കേട്ടോ. പിന്നെ മീൻ കറി വെച്ചു, മീൻ വറുത്തു. പിന്നെ അച്ചുള്ള കാര്യം എന്തുണ്ടാക്കും എന്നുള്ള ആലോചന ഉണ്ട്. അപ്പോൾ നമ്മൾ 2 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 കിലോ ചിക്കൻ ഞങ്ങൾക്ക് കുറേ ട്രിപ്പായിട്ട് വെക്കാനുണ്ടാവും. 2 കിലോ മേടിച്ചാലും. അപ്പോൾ 2 വലിയ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-10 ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 5-10 വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം ഇഞ്ചി കൂട്ടിയിട്ട് ചതച്ച് മാറ്റാട്ടെ. നമ്മളിനി ഉണ്ടാക്കാൻ പോണതാണ് ചിക്കൻ തോരൻ. ചിക്കൻ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ. കണ്ട അപ്പോൾ അതിലേക്ക് എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ചിക്കൻ തോരൻ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണ് കേട്ടോ എന്നിട്ടാ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ചിക്കൻ വറക്കാവുന്നതിലുണ്ട്. ചിക്കൻ കൊണ്ടാട്ടത്തിലുള്ള ചിക്കൻ എടുത്തു. ചിക്കൻ കൊണ്ടാട്ടം, അയിലപ്പാര കറി, പയറ് വഴുതനങ്ങ ഉപ്പേരി, നാളികേര ചമ്മന്തി വേണ്ട അത് സുല്ലുപ്പ്. അപ്പൊ നാളികേരം ഞാൻ ചരിക്കിട്ട് എന്തിനാണ് ചിക്കൻ തോരനിലേക്ക്. ഓക്കെ. പിന്നെ വെറൈറ്റി നമ്മുടെ പറയാറില്ല, ഞാൻ കറക്റ്റ് പറഞ്ഞു. എന്താ പറയും? നല്ല മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, ചിക്കൻ തോരനുണ്ട്, പയർ വഴുതിനങ്ങ ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, പപ്പടം കാച്ചുണ്ട്, പുളിയും ചെയ്യും. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് കഴിഞ്ഞു. പറയും ഈ പണി കഴിഞ്ഞ് 10 അടിച്ചു തുടങ്ങുന്ന കേട്ടോ.
അപ്പൊ എന്നെ സഹായിക്കാൻ പോവാ ദുഷ്ടാ. കേട്ടാ നടക്കാല് ഇത്രയും പണി ഇട്ടിട്ട് തുടയ്ക്കാൻ പോകാൻ നിൽക്കണം. ഞാൻ അടിച്ചോട്ടെ, നിങ്ങൾ തുടയ്ക്കാം. ഓക്കെ. ചിക്കൻ വറക്കാളത് കൊടുക്കണം, കറി വെക്കാളത് കൊടുക്കണം. ഡപ്പല്ല, അതായത് പൂക്ക പുറത്തിരുത്താം. ആകുമ്പോ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു. എനിക്കിപ്പോ അതാ ഇഷ്ടം. അങ്ങനെ നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കട്ടെ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിത് ഉണ്ടാക്കാറുള്ളൂ, എപ്പോഴും ഉണ്ടാക്കണ ഒരു വിഭവമൊന്നുമല്ല. പിന്നെ അച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റി പിടിക്കണ്ടല്ലേ ചേട്ടാ. അച്ചു ആണെങ്കിൽ എല്ലാം തരം കറി കൂട്ടുന്ന ഒരാളും അല്ല. ചിക്കൻ തോരന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് പൊട്ടട്ട ഇരുന്നിട്ട് പൊട്ടട്ട് ചിക്കൻ കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് കത്തിനോട് വെട്ടിയാൻ പറ്റുമോ? ഐസായിട്ട് ഇരിക്കട്ടാ. അപ്പോൾ ഈ കടുക് പൊട്ടുന്ന ശബ്ദം കേട്ടില്ലേ? കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യുന്നത്, നമ്മൾ ചുവന്നുള്ളി ഒരു 5-10 ചതച്ച് വെച്ചിട്ടുണ്ട്, അത് തട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം വറ്റൽ മുളകും. അതൊക്കെ ആവശ്യമുണ്ട് സഹോദര. ചുവന്നുള്ളി ചതച്ചതും വറ്റൽ മുളകും ഇട്ട് കൊടുക്കുന്നു കേട്ടോ. എനിക്ക് ചതയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ കയ്യിൽ ഞാൻ വീഡിയോയിൽ വേണമെങ്കിൽ ഒരു ഇത്ര പോകുന്നൊരു അമ്മിയത അതിന് മേടിക്കണം. കാശിൻ്റെ ടൈറ്റ് കൊണ്ട് ഞാൻ അതിലേക്ക് നീങ്ങിയിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞിട്ട് പോകട്ടോ, അല്ലെങ്കിൽ നമ്മളതിനെ കൊണ്ടുള്ള വേസ്റ്റിലിടും. അതുകൊണ്ട് പൊക്കോ, പാപ്പനും കൂടി തിന്നും. ആ പാപ്പ കാത്തുമ്പോ അവിടെ ഉണ്ട് കേട്ടാ. പൊന്നൂന് ഷെബിക്ക് എന്താ വീഡിയോ എടുക്കാണ്ട് ഇത്ര പ്രമോഷൻ. നമുക്ക് പിന്നെ വയസ്സായാലും പ്രമോഷൻ കാരണമൊന്നും ഇല്ല. അങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ട് പോവാ അല്ലേ. സത്യം പറഞ്ഞ ഒരു പ്രായം കാര്യങ്ങളൊക്കെ യൂട്യൂബിന് ബാധകം കേട്ടാ അല്ലേ. ഒരു എന്തൊരു ഇതിലാണെങ്കിലും ഒരു ഏജ് കഴിഞ്ഞാൽ അവരാണെങ്കിൽ മാറ്റി നിർത്തുന്ന പോലെ കാണാം. ചെറുപ്പക്കാര് വേണ്ടു ആ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളായിട്ട്. ഇനി ഇത് ഏകദേശം നമ്മളൊരു ബ്രൗൺ കളറായി വന്നു കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സബോള ഒരു ബ്രൗൺ കളറായതിൻ്റെ ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. നമ്മുടെ സബോളയും ഒരു വലിയ 2 സബോള ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഞാൻ കുറച്ചുണ്ടാക്കുള്ളൂ. എൻ്റെ മുന്നേ അമ്മമ്മ കുഞ്ഞുമണിയാ. അമ്മമ്മ വെള്ളം കുടിച്ച് വയറിന്ന് പറഞ്ഞു. ഒച്ച 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 വായ വെച്ചു കൊടുക്കാം അച്ഛനെ. വേണ്ടാന്ന് കുളിക്ക് മാത്രം അച്ഛ വയ്ക്കുന്നത് പുളിയല്ലേ. അങ്ങനെ ഈ സബോളയും ചുവന്നുള്ളിയൊക്കെ വാടി ഒന്ന് ബ്രൗൺ കളറായി വരണം കേട്ടോ. ഓരോന്നിനും ഓരോ പാകമുണ്ട്. ഇതിൻ്റെ പാകം പറഞ്ഞൊരു നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ മറന്നിരിക്കുകയാണേ. എന്താ കാക്ക കറിയാണ് എന്താ ഭക്ഷണം? ഞങ്ങളുടെ പോലെ ലോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മാസം അടയ്ക്കാറായിട്ടൊന്നും ഇല്ലല്ലോ. ക്ഷമിക്കാൻ ഇന്നെന്താ അച്ഛനമ്മ ഓർത്ത് വെച്ചു? എന്താ കാര്യം? എന്താ ഓർത്ത് എന്താ ഓർത്ത് അച്ഛനമ്മ
ഇനിയൊക്കെ ഓർമ്മകൾ മാത്രമാണ്, ഇതൊന്നുമില്ല. അവർക്ക് നമുക്കായിട്ട് ചെയ്യാനൊന്നുമില്ല, നമുക്ക് അവർക്കായിട്ട് ചെയ്യാനും ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഒരു മരണമാണ് ഒരു മനുഷ്യൻ്റെ തോൽവിയില്ല ശരിക്കും. അതോടുകൂടി കഴിഞ്ഞില്ല ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും. ഇതൊന്നുമില്ല, മരിച്ചാൽ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ സബോളയും ചുവന്നുള്ളൊക്കെ ബ്രൗൺ കളറായി കാണുന്നില്ലേ. ഇനി അടുത്ത് നമുക്ക് ഇഞ്ചി ഇടാം കേട്ടോ. അത് എങ്ങനെ കയ്യിലെത്തിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഞാൻ അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറ്റാം കേട്ടോ. എനിക്ക് ഈ തോരൻ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, തോരൻ അങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് മൺചട്ടി, അതായത് ചിക്കൻ കറി വയ്ക്കുമ്പോൾ നമ്മുടെ ഉരുളിയിൽ വയ്ക്കാൻ ഇഷ്ടം കേട്ടോ. പക്ഷേ ഈ ചിക്കൻ തോരനും കാര്യങ്ങളൊക്കെ വയ്ക്കില്ല, അതൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും നല്ലത് ഇങ്ങനെ ചട്ടി. പിന്നെ നമ്മൾ ചിക്കൻ്റെ ഈ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടാക്കാൻ ഇഷ്ടം. അല്ലാണ്ട് എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ലാത്തതാണ്. മനുഷ്യ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 മേടിച്ചത് ചോദിച്ചിട്ടുണ്ട്. ഏതാ ഇതിനാ ഇപ്രാവശ്യം പഴുക്കാത്തതാണോ? ഭയങ്കര പുളിയനോ പുളിയെന്ന് പറയുന്നത് പുളിയൻ. ആ കുണിക്ക് പറഞ്ഞപ്പോൾ അടിച്ച എൻ്റെ കാശ് പോയേ, 130 രൂപ പോയേ. മോനാണ് അത്ര 130 രൂപ ചോദിച്ചത്. എങ്ങനെ മേടിച്ചു നോക്കാൻ ടിക്കറ്റ് മേടിച്ചു കൊടുത്താൽ ഇനി അതിലേക്ക് പൊടികളായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ടാൽ കുറച്ച് മതി, ഒരുപാട് വേണ്ട. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടി തന്നെ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, നുള്ള് മുളക് പൊടി ഒക്കെ നുള്ളേശം മതി. എടുത്തെടുത്ത് പറയാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി. പിന്നെ നമ്മുടെ കാശ്മീരി മുളകിൻ്റെ മുളക് ഞാൻ പൊട്ടിച്ച് കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ, ഇതും ഒരു തരി ചോറും ഒരു തരി അച്ചാറും. ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമില്ല. ഞാനിതൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉപ്പേരി കൂട്ടി ചോറിന് കഴിഞ്ഞാൽ രാത്രിക്ക് ഉള്ളതും ആയില്ലോ. ഒറ്റയടിക്ക് ഇതൊന്നും തീരൂല്ല, അപ്പോൾ കുറേശ്ശെ വെക്കുക ഒക്കെ. ഞങ്ങൾ പിന്നെ ഒരുപാട് കുറേ വെക്കില്ല, കുറേ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, മതി കേട്ടോ. ഇവിടെ കുറേ ഒരു സാധനം തന്നെ കുറേ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ചിലവില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം വേണ്ട. നമുക്ക് ഫ്രിഡ്ജിലിട്ടാം വേണ്ട. കുറച്ച് ചിക്കൻ കുഞ്ഞുനാന്ന് നന്നായിട്ട് നന്നാക്കി എന്താട്ടെ കഴുകി നന്നാക്കി വെച്ചാൽ കുഞ്ഞുനാന്ന് നന്നാക്കി വെച്ചാൽ ചിക്കൻ ഞങ്ങൾക്ക് ഇത്രേ വേണ്ടു. ഞങ്ങൾക്കിത് ഒരു സാധനം തന്നെ കുറേ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മട്ടിപ്പ് വരും. ഞങ്ങളെല്ലാവരും സ്വഭാവം അതാ, എല്ലാവരും അങ്ങനെ. അപ്പം നമ്മളിത് ഈ ചിക്കൻ ഇതിലോട്ട് നമ്മൾ യോജിപ്പിച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ ഒന്ന് വേവട്ടല്ലേ കേട്ടാ. കട്ടിയത് കണ്ടാ ചിക്കൻ ഉണ്ടോ, വെള്ളമൊക്കെ ഇറങ്ങട്ടെ. നമ്മളിതിൽ മസാല ആ ഉള്ളിയൊക്കെ ശരിക്കും ഇതിൽ യോജിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട ഇനി ഇത് മൂടി വെച്ചിട്ട് ഇത് ഇനി ഒന്ന് വേട്ടട്ടെ. നമുക്ക് തുള്ളി വെള്ളം തെളിച്ചു കൊടുക്കാം, തുള്ളി മതി കേട്ടോ. ചിക്കൻ വെള്ളം ഇറങ്ങണമായിരിക്കും ഒന്ന് പിടിക്കാണ്ടിരിക്കാൻ. ഇങ്ങനെ മൂടി വയ്ക്കാം. അങ്ങനെ ഇനി ചിക്കൻ വെന്ത് കിട്ടണേക്കാൻ 2 സബോള ഇങ്ങനെ കുഞ്ഞാന്ന് അരിയാട്ടോ. നടു കീറിയിട്ടൊന്ന് ഇങ്ങനെ കനം കുറച്ച് അരിയുക.
അതാണ് ആ ചിക്കൻ്റെ തോരലേക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിച്ചൊരു കേസ് എനിക്ക് ഇങ്ങനെ ചിക്കനിലേക്ക് ഇട്ടതാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിനോട് പണിയെടുപ്പിക്കാത്ത വേറെ ഒന്നുമല്ല കേട്ടോ. ആ കുഞ്ഞിന് ഭയങ്കര ക്ഷീണം, തീരെ വയ്യ, കുഞ്ഞിന് ഭയങ്കര വയറുവേദനയും ഛർദ്ദിക്കാൻ വരും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞിനോട് നമ്മളൊന്നും ചെയ്യിപ്പിക്കാത്തത്. പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴല്ലേ നമ്മുടെ മക്കൾക്കൊരു സമാധാനം. സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ട് തീരെ വയ്യാതെ എനിക്കറിയാം, ചേട്ടനറിയാം. ഞാൻ ഇന്നലത്തെ ഒരു ദിവസം പോലെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ ഞാനല്ലേ കുറച്ച് ദിവസം എൻ്റെ ഒരു ആഴ്ചയിലുള്ളൂ, ഇപ്പോൾ 3ാമത്തെ ആഴ്ചയായിട്ടാണ് മൈഗ്രേൻ വരുന്നത്. ഇന്നലേക്ക് രാവിലെ ഫുഡ് കഴിച്ചില്ല, ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല, രാത്രിയും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു 7 മണിയാകുമ്പോൾ മൈഗ്രേൻ്റെ 2 ഗുളിക കഴിച്ചതിന് ശേഷം, ഉച്ചയ്ക്ക് കിടന്നിട്ട് 2 ഗുളിക കഴിച്ചതിന് ശേഷം 7 മണിക്ക് കഴിഞ്ഞാൽ എനിക്കണം കേട്ടോ. ഇന്നലെ ഫുള്ളും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പോയി കിടക്കണം, ഇടയ്ക്ക് വയ്യാണ്ട്. പിന്നെ നമ്മൾ ഒരു അരമുറി നാളികേരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, ഒരു അരമുറി നാളികേരം, അതിലേക്ക് ആ സബോള നമ്മൾ അരിഞ്ഞതിട്ടു, പിന്നെ അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി തുണ്ടേച്ചിട്ടു. ഇനി നന്നായി കൈ കൊണ്ട് തിരുമ്പാട്ടോ. എരിവൊക്കെ ഓരോരുത്തരനുസരിച്ചിട്ട്. ഇനി നമുക്കത് ചിക്കനിൽ വെന്തതിൻ്റെ ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇതാണ്ട് തട്ടി കൊടുക്കാം. ഈ ഒരു മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക്. അങ്ങനെ ഇന്നലത്തെ പോലെ ഒരു ദിവസം എൻ്റെ പൊന്നോ ഞാൻ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. 2 കിലോ ചിക്കൻ മേടിച്ചാലേ രാവിലെ ഇപ്പോൾ ചിക്കൻ കറി മുളകിട്ട് പുട്ടോട് കൊടുത്തിട്ട് അച്ഛന് അങ്ങനത്തെയൊക്കെ ഇഷ്ടം. അച്ഛന് പ്രത്യേകിച്ച് പച്ചക്കറികളോട് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ഫുഡ് കൊടുക്കുമ്പോൾ അനുസരിച്ച്. അപ്പം ഞങ്ങൾ 2 കിലോ ചിക്കൻ മേടിച്ചാൽ പറയലേ 4 ഊരി പാല് കൊണ്ട് നാടാകെ കല്യാണം, അങ്ങനത്തെ ടീം. അതിപ്പോഴും നല്ല എപ്പോഴും കഴിഞ്ഞാൽ എന്നാൽ ഈ 2 കിലോ ചിക്കൻ ഒരൊറ്റ കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും അത് വേണ്ട. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ വെച്ചിട്ട് 2 പീസ് ചാറും ചിക്കനാണെങ്കിൽ അത് മതി. അങ്ങനെ ആകുമ്പോൾ 2-3 നേരം വേറെ വേറെ രുചികളിലാണെങ്കിൽ ഇഷ്ടം. പക്ഷെ ഒറ്റ ടേസ്റ്റിൽ തന്നെ വരുന്നത് അല്ലേ? അതെ, മട്ടിപ്പാവും. അതാണ് ഇവിടുത്തെ പ്രശ്നം, മട്ടിപ്പ്. ഈ ചിക്കന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കണ്ട കുഴഞ്ഞ രൂപ. അതിന് ഒന്നുകൂടി 5 മിനിറ്റ് 10 മിനിറ്റ് കൂടി ഒന്ന് വേവട്ടെ കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ചിക്കൻ കാണുമ്പോൾ അറിയണേ നല്ല കറക്റ്റ് പാകമായി വെന്ത് ആ ചിക്കനിലെ വെള്ളം വറ്റി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച കൂട്ടില്ലേ, നാളികേരം, നുള്ളു മഞ്ഞൾപ്പൊടി, മുളകും പൊടി, സബോളയും. ഈ സബോള ഞാൻ ഇങ്ങനെ ഇടുന്നതേ ചിക്കനൊക്കെ വെന്തതിന് ശേഷം നമ്മളിത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സബോള നമ്മൾ ചോറിനുമ്പോൾ ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാട്ടോ. അതിനോട് ഇഷ്ടം കൊണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാൻ ഒരുപാട് നാളികേരം ചേർക്കണം ചേട്ടാ, കുറച്ച് നാളികേരം ചേർക്കണം. ഇവിടെ അങ്ങനെ കുറേ നാളികേരം ചേർത്ത ഫുഡൊന്നും അത്രയ്ക്ക് താല്പര്യമുള്ളവരാരും ഇല്ല. ഉള്ള മരി നാളികേരം പുട്ടിൽ നാളികേരം അടുത്ത് ചുരണ്ടി കളയുന്ന ആൾക്കാരാ. ഹായ്, നല്ല മണട്ടാ ചേട്ടാ, മണമുണ്ടാ? ഇതിങ്ങനെ നല്ല തീരെയായിരുന്നു. കുറച്ച് പച്ച വെളിച്ചെണ്ണയും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും. നമ്മുടെ ചിക്കനോടുള്ള തോരൻ സെറ്റ്. എന്നോടൊന്ന് ടേസ്റ്റ് വരുമോ? നമ്മുടെ ആളെ വിളിച്ചിട്ടുണ്ട്, മെയിൻ ഷെഫിനെ വിളിച്ചിട്ടുണ്ട്. മെയിൻ ഷെഫ് വരുന്നതാണ് ഇപ്പോൾ വരും. ഇതാവണം കേട്ടോ, ജസ്റ്റ് ഒന്നുകൂടി നല്ല മാതിരി ചൂടായിട്ട് ആ സബോളയൊക്കെ ഒന്ന് ചൂടാവണം. തക്കാളി ഒരുപാട് വാടി പോയിരുന്നു കേട്ടോ നമ്മളിത് ഇട്ടിട്ടുള്ള. പക്ഷെ ഇപ്പോൾ നോക്കണതെന്ന് വെച്ചാൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് കേട്ടോ. വേറെ ടേസ്റ്റ് അല്ലടാ, അതത് ചേട്ടൻ പറഞ്ഞ പോലെ വെച്ചില്ല. ഇങ്ങോട്ട് വാങ്ങിക്കുക, എൻ്റെ ചേട്ടൻ എങ്ങനെയാ പറഞ്ഞെന്ന് വെച്ചാൽ അതേപോലെ ഞാൻ ഇരിക്കുന്നു കേട്ടാ. ചേട്ടാ വാ, ചേട്ടാ ചേട്ടാ ഉപ്പ് നോക്ക് ചേട്ടാ. അപ്പൊ നിന്റെ ചേട്ടൻ പറഞ്ഞ പോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ ചേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടാ. ചേട്ടൻ ഇവിടെ, ചേട്ടനെ കാണാനില്ലല്ലോ. ചേട്ടനെ കാണാനുണ്ടോ? കറിവേപ്പില ഓക്കെ എല്ലാം ഇട്ടു. എരി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ ഇട്ടിട്ട് വെക്കാൻ പറ്റില്ലല്ലോ, അത് വെക്കാൻ പറ്റില്ല. ഇതല്ലേ
നമുക്ക് അതിൻ്റെ മണം പിടിച്ചാൽ തന്നെ അറിയാം. പിന്നെ അതിൻ്റെ കൂട്ട് ശരിയാണ്. ചൂട് വേണ്ട, അത്ര ചൂടുള്ള സബോള പകുതി വേവിന് വേണം. ചിക്കൻ വന്നിട്ടില്ലേ ഉള്ളുകൂടി ആവാല്ല. എനിക്ക് തോന്നി എന്താ ശരി, ഞങ്ങളുടെ അവിടെ എല്ലാ കറിയിലും കുറച്ച് ആവണം. എനിക്കത് തോന്നി. ഇപ്പത്തെ മുളക് പൊടി ഞങ്ങളെ ഇടുമ്പോ പേടിപ്പിക്കുന്ന മുളക് പൊടി ഞാൻ പറഞ്ഞ മാതിരി ചേട്ടൻ പറഞ്ഞതേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇളക്കുള്ളൂ കേട്ടോ. കുത്തി ഇളക്കി പൊട്ടിക്കരുത്. നീ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ടേക്കാരാ. വെളിച്ചെണ്ണക്ക് വില കൂടുതലാണ്. അല്ല ചട്ടിയുടെ അടിക്കല എപ്പോഴും എന്റെ കൂടെ പോരും. ഉപ്പൊക്കെ ഉണ്ടോ ചേട്ടാ? ഒന്നും ചെയ്യണ്ടല്ലോ. വേണ്ട, തെറ്റാണോ? തെറ്റാണ്. ഇതൊക്കെ ബാക്കിയാ. ഇത്ര നേരം ഉണ്ടായിരുന്നു മൂട് പോയാ. ഇത്ര നേരം ഞങ്ങൾ ചെറിച്ച് കളിച്ചതൊക്കെ ആണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് ഞങ്ങളുടെ മൈൻഡ് അല്ലേ. ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം. ഞങ്ങൾക്ക് രണ്ടാമത് ലാഭം പ്രത്യേകിച്ച് മക്കൾ മാത്രം. ബാക്കിയൊക്കെ നമുക്ക് നഷ്ടങ്ങളാണ്. നഷ്ടത്തിന്റെ കൊടുമുടിയാണ്. ഈ ഫോണെന്ന് പറയണത് ഭയങ്കര ഒരു ഇതാട്ടോ, മെമ്മറീസ് അല്ലേ ലൈഫിൽ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയുള്ള ഒരു വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഇപ്പം അങ്ങനെ ഞങ്ങൾ ജ്യൂസിൽ 3-4 ആഴ്ച അമ്മയുടെ വീഡിയോ എടുത്ത് നോക്കില്ല. ആദ്യം അച്ഛൻ്റെ ആയിരുന്നു ഡെയിലി ഇങ്ങനെ 3-4 ആഴ്ച കണ്ടിരുന്നു. ഇപ്പോൾ അച്ഛനെന്താ മറന്നതല്ല, അമ്മ പോയപ്പോൾ ഭയങ്കരമായി. അത് എന്താണെന്ന് അറിയണില്ല കേട്ടാ, എന്തുകൊണ്ടാണ് അങ്ങനെ എന്താണെന്നൊന്നും എനിക്കത് എണ്ണ അറിഞ്ഞു. പക്ഷെ എനിക്ക് ഉണ്ടാക്കും ഭയങ്കര ദിവസത്തിൽ 2-3 പ്രാവശ്യം വീഡിയോ എടുത്ത് കാണും. ആ ലാസ്റ്റത്തെ മണിക്കൂറുകൾക്ക് മുന്നേ എനിക്ക് അമ്മേനെ കണ്ടിരിക്കും. അമ്മ അറിഞ്ഞില്ലല്ലോ, അമ്മ ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മളും അറിഞ്ഞില്ല, അമ്മയും അറിഞ്ഞില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഒരു തൊയിരക്കേട് മനസ്സിൽ. എന്താ വെച്ചാൽ നമുക്ക് നഷ്ടത്തിൻ്റെ വില അറിയണോണ്ടാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും പോയതിൻ്റെ ഇത് എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ളതുകൊണ്ടായിരിക്കാം, എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയാണ്, നമ്മളെ ഒരുപാട് അങ്ങനെ അച്ഛനൊക്കെ സ്നേഹിച്ചിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് എന്തൊന്നും അറിയില്ല. ഞങ്ങൾ ഉണ്ടാവുന്ന കുറേ തെറ്റിദ്ധാരണകളുടെ പുറത്തായിരുന്നു. ഞങ്ങൾ എന്താന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ മനസ്സിലാക്കി അച്ഛനോ അമ്മയോ ഇല്ല. ലാസ്റ്റ് അമ്മയ്ക്ക് അമ്മ കുറച്ചൊക്കെ ഞങ്ങളെ മനസ്സിലാക്കി. അതൊരു സമാധാനമുണ്ട്, അതൊരു സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ അമ്മ പോണ പോക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ. അമ്മയായാലും അച്ഛനായാലും പിന്നാളാണ് പറയുമ്പോൾ ഒരാൾ മോട് പറയണത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ വാക്കില്ല. ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്. എന്താ വെച്ചാൽ നമ്മളെന്താണെന്നൊരു ഒരാൾക്കാർ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമുക്കതുകൊണ്ടൊരു സന്തോഷം. ഞാനീ പറഞ്ഞിട്ട് ഈ ചടപടാന്ന് ഈ പറഞ്ഞ് നടക്കിയെങ്കിലും എൻ്റെ മനസ്സിലൊരാളെ ദ്രോഹിക്കണം, ഒരാളെ ബുദ്ധിമുട്ടിക്കണം, അങ്ങനത്തെ ചിന്തയുള്ള ആളല്ല ഞാൻ. കുറേ തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു അച്ഛനും അമ്മയും. അപ്പം അതൊക്കെ ലാസ്റ്റോടുകൂടി അച്ഛനെ മനസ്സിലാക്കി പറഞ്ഞു. വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ അമ്മയുടെ വീഡിയോ എടുത്ത് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം കണ്ടു. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഒരു അലട്ടൽ, ഭയങ്കരമായിട്ട് അലട്ടൽ, ഭയങ്കര.
ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയോടുള്ള ഒരു വീഡിയോ ഒന്നും കാണാതാണ്. അപ്പോൾ അമ്മയുടെ ഇങ്ങനെ വീഡിയോ അതും അമ്മ മരിക്കുന്നേക്കാൾ മണിക്കൂറുകൾക്ക് മുന്നിലുള്ള ഒരു വീഡിയോ ആകുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു അമ്മയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. ഇനി കുറച്ച് നേരം കൂടെ അല്ല ഞങ്ങൾ ആ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കൂടെ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ അമ്മ ലോകത്ത് ഒന്നല്ല വെറുതെ. ഞാൻ ഓൾറെഡി തറവാട്ടിൽ പോയി എൻ്റെ ഫോൺ ഹാളിൽ സെറ്റ് ചെയ്തിട്ട് തരാം. അമ്മയുടെ റൂമിലേക്കാണ് ഞാൻ കൊണ്ടുപോയില്ല ഫോൺ. അപ്പൊ എന്തോ കഞ്ഞുപിടിക്കുമ്പോഴേക്ക് എന്തോ തോന്നി അയച്ച് പോയി ഹാളിന്ന് ഫോൺ എടുത്തോണ്ട് വീഡിയോ എടുത്ത. എന്താണ് എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം എനിക്ക് ഇപ്പോഴും അറിയില്ലട്ടെ എന്തുകൊണ്ടാണ്. നമ്മുടെ ഓരോ നിയോഗങ്ങളായിരിക്കും അല്ലേ, ഓരോ നിയോഗങ്ങളോട് ഒരിക്കലും ഞങ്ങളത് എടുക്കണമെന്ന് വെച്ചിട്ട് ഇതൊന്നൊരു കാര്യമല്ല. പിന്നെ ഇതുപോലെ ഒരു ഏട്ടൻ്റെ അവിടെ ഹോസ്പിറ്റലിൽ അമ്മ പോയിട്ട് അന്ന് എടുത്ത വീഡിയോ അത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് പറയും, നമ്മൾ അന്വേഷണമൊന്നും കുട്ടിക്കാലത്ത് അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എടുക്കുക. എൻ്റെ ഒരു വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ചു അച്ഛനെ കെട്ടിപ്പിടിച്ചൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട്. ഇവരുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കാം. ഞാൻ വീഡിയോ എടുത്തായിട്ട് അന്ന് പഴയ ഒരു വീഡിയോ ഞാൻ എടുത്തു കൊടുത്തു കേട്ടോ അല്ലേ. അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാൽ അപ്പം തലവേദന നോക്കാം കളയല്ല ഫ്രീസറിലേക്കാണ് അങ്ങനെ കളയുന്നത്. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞത് ചിക്കൻ കുറച്ചുണ്ടായിരുന്നു മസാല പൊടി അതും വറുത്തു വിട്ടു. അപ്പോൾ ചിക്കൻ തോരൻ വെച്ചു, ചിക്കൻ വറുത്തു, മീൻ കറി വെച്ചു. ഞാൻ 2 കിലോ ചിക്കൻ ഇനിയും ബാക്കി ഫ്രിഡ്ജിലിട്ട് രാവിലെ മുളകിട്ട ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും വേണ്ടു, കുറേശ്ശെ ഞങ്ങൾക്ക് വേണ്ടു. മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. അച്ചു കുഞ്ഞിനുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളത് 2-3 തരം ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ അവർക്ക് ഇവിടെ വരുമ്പോഴല്ലേ കുഞ്ഞിന് വർക്കും കാരണം അച്ഛൻ്റെ കൂടെ പോകണമെങ്കിൽ കുഞ്ഞിന് വീട്ടിലത്തെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവനവൻ്റെ വീട്ടിൽ വരുമ്പോൾ അവനവന് പെൺകുട്ടികൾക്ക് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് വേറെ. ഇനി എത്ര വലിയ കൊട്ടാരത്തിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയാലും അവർ നിൽക്കാനായിട്ട് നമ്മുടെ വീട് കൂട്ടിയിലായിക്കോട്ടെ, അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മമാരും അത് ഇല്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയട്ടെ. ഞാനൊക്കെ ശരിക്കും അതിൻ്റെ വിഷമം അറിയുന്ന ഒരാളാണ്. എനിക്ക് ഒരു ഓണമോ വിഷുവോ വന്ന് എനിക്ക് സ്വന്തം ഒരു വീടോ കാര്യങ്ങളോ ഒരു നേരം പോകാനില്ല, അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോകാനില്ല. അങ്ങനെ ഒരു നേരം നമ്മളെന്നും ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ തിന്നണം. അതൊന്നും മാറി ഒരാളും കൂടി നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ നമുക്കായിട്ട് അതൊരു വേറെ ഫീലാട്ടോ. അപ്പോൾ അതിനകത്തിൻ്റെ വിഷമം എനിക്കറിയണം. ഞാൻ എൻ്റെ പെൺകുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ അവർ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കൂട്ട. അത് എൻ്റെയും അനിയൻ്റെയും ഒരു സന്തോഷമാണ് കേട്ടോ. ഇതുണ്ടാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. ഈ ഉണ്ടാക്കലും അടുക്കള ക്ലീനിങ് കഴിഞ്ഞ ശേഷം പോയി കിടന്നു, ഗുളിക എന്നിട്ട് വില്ലേജിൽ പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണോളെ സ്കൂളിൽ നിന്ന് എടുത്തു, ഉണ്ണോളെ ട്യൂഷനും ഉണ്ടാക്കി. ഞാനും 2 ഭക്ഷണം കഴിച്ചിട്ട് നേരെ വില്ലേജിൽ പോയി. കാർത്തും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കാറിൽ. വില്ലേജിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴേക്ക് തലവേദന ഭയങ്കരമായിട്ട് കൂടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി നാളെ കാണാം. ബൈ.